നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ചില വാസ്തുചെടികളെ പറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വാസ്തുചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിശേഷപ്പെട്ട വാസ്തുചെടികൾ, അതായത് ലോകത്തിലുള്ള നമ്മളുടെ ഇന്ത്യൻ അസ്ട്രോളജി അല്ലാതെ മറ്റ് അസ്ട്രോളജികൾ കൂടി പഠിച്ച് മനസ്സിലാക്കി നമുക്ക് സാമ്പത്തിക അട്രാക്ഷന് വേണ്ടി ലോകത്ത് നിർദ്ദേശിക്കപ്പെടുന്ന വാസ്തുചെടികളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അതായത് ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പുലർത്തിപ്പോരുന്ന, അവർ വളർത്തിപ്പോരുന്ന ചില ചെടികളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ലോകം മുഴുവൻ ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഫലമുണ്ട്, അതിനൊരു ശക്തിയുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഇതിൽ ചില ചെടികളെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറയുക. തീർച്ചയായിട്ടും ഈ ഒരു അധ്യായം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മളുടെ വീട്ടിൽ വളർത്താൻ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ചെടിയാണ് മാതളച്ചെടി എന്ന് പറയുന്നത്. നമ്മളുടെ വീടിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പം ആ വീടിൻ്റെ വാതിലിൻ്റെ വലത് ഭാഗത്ത്, നേരെ ആവരുത്, വീടിൻ്റെ വാതിലിൻ്റെ വലത് ഭാഗത്ത് എവിടെങ്കിലും, ഉദാഹരണത്തിന് നിങ്ങളുടെ വീട് തുറന്നു വരുമ്പം കിഴക്കോട്ടാണ് തുറന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലത് ഭാഗം, പുറത്തോട്ടിറങ്ങുമ്പം വലത് ഭാഗം എവിടെയാണോ ആ ഭാഗത്ത്, അല്പം ദൂരെ ആയാലും കുഴപ്പമില്ല, പറമ്പിലായാലും കുഴപ്പമില്ല, വാതിൽ തുറന്ന് ഇറങ്ങി വരുമ്പം കാണത്തക്ക രീതിയിൽ വലത് ഭാഗത്ത് ദൂരത്തായിട്ടോ കാഴ്ചയിൽ നിൽക്കുന്നിടത്തോ മാതളച്ചെടി നട്ടു വളർത്തുക എന്നുള്ളതാണ്. മാതളം നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത്. അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ ലക്ഷ്മി കുബേര സാന്നിധ്യം നമ്മളുടെ വീട്ടിലുണ്ടാകുമെന്നും നമ്മളുടെ വീട്ടിലേക്ക് സമ്പത്തും ഭാഗ്യവും കടന്നു വരുമെന്നും പറയപ്പെടുന്നു. അതായത് സമ്പത്ത് കുബേരനുമായിട്ട് ബന്ധപ്പെട്ടതും ഭാഗ്യം മഹാലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. അത് രണ്ടും നമുക്ക് നേടിയെടുക്കാനായിട്ട് മാതളം ഇത്തരത്തിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. മാതളം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വാതിലിൻ്റെ വലത് ഭാഗത്തുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. അത് മുറിച്ചു കളയാതിരിക്കുക. ഏറ്റവും ഭാഗ്യം നിങ്ങൾക്ക് ആ വൃക്ഷം കൊണ്ടുതരുന്നതായിരിക്കും. അപ്പം ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാസ്തുചെടി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഒരുപക്ഷെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകണമെന്നില്ല. ലോകത്തുള്ള മിക്ക വാസ്തുശാസ്ത്രങ്ങളിലും ഏറ്റവും ഐശ്വര്യമായിട്ട് പറയുന്ന ഒരു ചെടിയാണ് ഈ ക്രാസുല ചെടി എന്നൊക്കെ പറയുന്നത്. ചിലരത് ക്രാസ്റ്റുല ചെടി എന്ന് പറയും, ചിലർ ക്രാസുല ചെടി എന്ന് പറയും. പല പേരുകളിൽ അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നതെന്നുള്ളതൊന്ന് പറയാവുന്നതാണ്. ഈ ക്രാസുല ചെടി എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിതി ഉയരാനായിട്ട് വാസ്തുവിൽ നിർദ്ദേശിക്കുന്ന ഒരു ചെടിയാണ്. ഇത് നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് തെക്ക് ഭാഗം ഒഴിച്ച് ബാക്കി എവിടെ വേണമെങ്കിലും നടാം എന്നുള്ളതാണ്. ഒരിക്കലും വീടിൻ്റെ തെക്ക് ഭാഗത്ത്, ബാൽക്കണിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മറത്തോ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും ഈ തെക്ക് ഭാഗത്ത് ഈ ചെടി നടരുത്. തെക്കൊഴിച്ച് ബാക്കി ഭാഗങ്ങളിൽ നടാം. പ്രത്യേകിച്ചും കിഴക്ക്, വടക്ക് കിഴക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ക്രാസുല ചെടി വളർത്തുന്നത് വീടിന് നല്ല രീതിയിലുള്ള ഉയർച്ച ഐശ്വര്യവും കൊണ്ടുവരുന്നതാണ്. ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ ഫ്ലാറ്റുകളിലും അവരുടെ വീടുകളിലും ഒക്കെ ചെറിയ ചെറിയ പോട്ടുകളിൽ വളർത്തുന്ന ചെടിയാണ്. വീടിൻ്റെ ജനലരികിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്കിത് വളർത്താൻ നഴ്സറി വാങ്ങാൻ കിട്ടും. തുച്ഛമായ പൈസയാവുള്ളൂ, പക്ഷേ നല്ല ഐശ്വര്യം തരുന്ന ഒരു ചെടിയാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഷാമി പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു ചെടിയാണ്. ഇത് ഞാൻ മുമ്പൊരു അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം കിട്ടുന്ന ഒരു ചെടിയാണ് ഈ ഷാമി പ്ലാന്റ് എന്ന് പറയുന്നത്. വേറെ ഏതുമല്ല, തെക്ക് ഭാഗമാണ് അതിൻ്റെ സ്ഥാനം. ചിലരൊക്കെ മാറ്റി മുന്നിൽ നടാമെന്നൊക്കെ പറയുന്നുണ്ട്. ചെയ്യരുത്, അത് തെറ്റാണ്. വീടിൻ്റെ മുന്നിൽ വളർത്തുന്നത് ദോഷമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ഇത് തെക്ക് ഭാഗത്ത്, വീട് തെക്കോട്ട് ദർശനമാണെന്നുണ്ടെങ്കിൽ ഇത് നടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തെക്ക് ഭാഗം മുൻവശമായി വരാത്തവരെല്ലാം തന്നെ ഈ ഷാമി പ്ലാന്റ് വളർത്താം. ഈ ഷാമി പ്ലാന്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ മരം വളരുന്നതിനോടൊപ്പം, അത് മരമാകും, കുറച്ച് വലുതാകും അത്. അപ്പം അത് വളരുന്നതിനോടൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും നമുക്ക് ലഭിക്കുന്നതാണ്. അത്ര ഐശ്വര്യമുള്ളൊരു ചെടിയാണ് ഈ ഷാമി പ്ലാന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ ചെടി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് പല പേരായിരിക്കും, വേറെ പേരായിരിക്കും. സുഖശാന്തി ചെടി എന്ന് പറയും.
ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കൂ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ഈ ചെടിക്ക് പറയുന്ന പേരെന്താണ് എന്നുള്ളത് ഒന്ന് പറയണേ വീഡിയോയുടെ താഴെയായിട്ട്. കാരണം മറ്റുള്ളവർക്കും അത് നോക്കി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. ഇതിൻ്റെ പേര് സുഖശാന്തി ചെടി എന്നാണ്. സാധാരണ നിങ്ങളുടെ നാട്ടിൽ ചിലപ്പം വേറെ പേരായിരിക്കും, അറിയില്ല, അതെന്താണെന്നുള്ളത് പറയുക. ഈ ഒരു ചെടി നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ചെടിയാണ്. വളരെ ഐശ്വര്യം എന്നാണ് പറയുന്നത്. ആ വീട്ടിൽ സന്തോഷവും സമാധാനവും വിളങ്ങുന്നതിന് ഈ സുഖശാന്തി ചെടി നട്ടു വളർത്തുന്നത് ഏറ്റവും ഉചിതമായിട്ടാണ് പറയുന്നത്. ഇത് വീട്ടിൽ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും നല്ല മുഹൂർത്തങ്ങളും വരും. നമ്മളുടെ ജീവിതത്തിൽ പണവും പ്രതാപവും ഒന്നുമല്ല വലുത്, നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുക, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലൊരു സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സുഖശാന്തി ചെടി വീട്ടിൽ വളർത്തുന്നത് ഏറ്റവും നല്ലതാണ്. വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വളർത്താം, വടക്ക് കിഴക്ക് ഭാഗത്ത് വളർത്താം, മുൻവശത്ത് വളർത്തുന്നതിൽ തെറ്റില്ല. അങ്ങനെയൊക്കെ നമുക്ക് നട്ടു വളർത്താവുന്ന ഒരു ചെടിയാണ്. ഇതിന് വെള്ളം തളിക്കുന്നത്, ഇതിനെ പരിചരിക്കുന്നതൊക്കെ വളരെ ഐശ്വര്യപൂർണ്ണമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ചെടിയാണ്. നല്ല വാസ്തു ചെടിയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ആളുകൾ ഇത് വീട്ടിൽ വളർത്തുന്നുണ്ട്. ചെറിയ വീടാണെങ്കിൽ പോലും നമുക്കിത് കാണാൻ സാധിക്കും. അവരുടെയൊക്കെ ഒരു ഉയർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മറ്റൊരു ചെടി എന്ന് പറയുന്നത് വളരെ 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 പവർഫുൾ ആയിട്ടുള്ളതാണ്, സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് ചട്ടിയിൽ വേണം വളർത്താനായിട്ട്. മണ്ണിൽ വളർത്തുന്നത് പൊതുവേ ഉചിതമല്ല. ഒരു ചട്ടിയിൽ വീടിൻ്റെ പ്രധാന വാതിലിനോട് ചേർത്ത് വളർത്തുന്ന, പ്രധാന വാതിലിൻ്റെ അടുത്തായിട്ടൊക്കെ വളർത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഏറ്റവും നന്നായിട്ട് പറയുന്ന ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. എപ്പോഴും വാതിലിൻ്റെ അടുത്തൊരു ചട്ടിയിൽ വളർത്തുന്നത്, വാതിലിൻ്റെ മുൻഭാഗത്തൊരു ചട്ടിയിൽ വളർത്തുന്നതൊക്കെ ഏറ്റവും നന്നായിട്ടുള്ള ഒരു ചെടിയാണ്. സ്നേക്ക് പ്ലാന്റിനെ പറ്റി കൂടുതൽ പറയണ്ട, സർപ്പപ്പോള എന്നൊക്കെ പറയും. സർപ്പപ്പോള പല തരങ്ങളുണ്ട്. പക്ഷേ ഇതാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെയുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് ഇത്തരത്തിലുള്ള വാസ്തു ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത് എന്ന് പറയുന്നത്. മറ്റൊരു ചെടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് 2 ഭാഗങ്ങളിൽ വളർത്തിയാലാണ് ഫലമുള്ളത്. മണി പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വന്ന് തോന്നിയ കണക്ക് വളർത്തി കഴിഞ്ഞാൽ ഫലം കിട്ടില്ല. അത് വളർത്തേണ്ടത് ഒന്നുകിൽ തെക്ക് കിഴക്ക് വളർത്താം, അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് വളർത്താം. വടക്ക് വളർത്തുമ്പോൾ ജനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനടുത്ത് വളർത്തുന്നത് നല്ലതാണ്. അകത്തോ പുറത്തോ വളർത്താം. അതായത് തെക്ക് കിഴക്ക് വളർത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും കേമമെന്ന് പറയുന്നത്. ഒരിക്കലും മണി പ്ലാന്റിൽ നിന്ന് ഒടിച്ച് അതിൻ്റെ ശിഖരങ്ങളോ അതിൻ്റെ തൈകളോ ഒന്നും നൽകുന്നത് ഉചിതമല്ല. വാസ്തുപ്രകാരം ദോഷമാണ്. എപ്പോഴും മണി പ്ലാന്റ് പൈസ കൊടുത്ത് വാങ്ങുകയോ അല്ലെ ഒരിടത്തു നിന്ന് വാങ്ങിക്കൊണ്ട് വരികയോ ഒരിക്കലും അത് ദാനമായിട്ട് സ്വീകരിക്കാനോ ദാനമായിട്ട് കൊടുക്കുന്നതോ ഉചിതമല്ല എന്നുള്ളതാണ്. അപ്പം അത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഭാഗങ്ങളിൽ വളർത്തുക. അതുപോലെ വീട്ടിൽ മാവൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ ഒട്ടുമാവൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വടക്ക് വെച്ചുകൊള്ളും. അത് ഏറ്റവും ഐശ്വര്യമായിരിക്കും. വടക്ക് ഭാഗത്ത് ഇത്തരത്തിൽ മാവ് വളർത്തി മാവ് കായ്ക്കുന്നത് നമുക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ച കൊണ്ടുവരും എന്നുള്ളതും വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ, ഇപ്പം ഞാനൊരു 4-5 ചെടികളുടെ കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ വളർത്താം. എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.